ഗവർണറുടെ അധികാര പരിധി സംബന്ധിച്ച പാഠഭാഗം തയ്യാറായി. ആരാണ് ഗവർണർ? ഗവർണർ ആരുടെ ഉപദേശമനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്? ഇതെല്ലാം വ്യക്തമാക്കുന്ന ക്ലാസ്സാണ് തയ്യാറായിരിക്കുന്നത്. 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം 2ാം ഭാഗത്താണ് ഗവർണറുടെ പവറില്ലായ്മയും ഒക്കെ വിവരിക്കുന്നത്. ഗവർണർ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് എന്ന് പാഠഭാഗത്തിൽ പറയുന്നു. ഇന്ത്യൻ ഭരണഘടനയിലും അങ്ങനെ പറയുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ഉമേഷ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എക്സ്എൻ. മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിലെ ഒരു പരിപാടിക്ക് ശേഷം പുറത്തിറങ്ങി കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം വെച്ചതിന് ആ പരിപാടി ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിയ മന്ത്രി വി ശിവൻകുട്ടി അന്ന് തന്നെ പ്രഖ്യാപിച്ചതാണ് ഗവർണറുടെ അധികാരവും അധികാര പരിധിയുമെല്ലാം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമെന്ന്. എന്തായാലും ആ പ്രഖ്യാപനം വളരെ വേഗത്തിൽ നടപ്പാക്കിയിരിക്കുന്നു. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ 2ാം ഭാഗത്തിലെ പാഠഭാഗം, ആ പാഠഭാഗത്തിൽ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന പാഠപുസ്തകത്തിലെ ചാപ്റ്ററിലെ 4 പേജുകളിലാണ് ഗവർണറുടെ അധികാരവും അധികാര പരിധികളും വിശദീകരിക്കുന്നത്. ഗവർണർ എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട അധികാര കേന്ദ്രമല്ല. ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ്. ഏതെങ്കിലും രീതിയിൽ മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചല്ലാതെ ഗവർണർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഗവർണർ നിയമസഭ പാസാക്കി അയക്കുന്ന ബില്ലുകളിൽ 3 രീതിയിലുള്ള നടപടിക്രമങ്ങൾ മാത്രമേ എടുക്കാൻ കഴിയൂ. ഒന്നുകിൽ അത് ബില്ല് തിരിച്ചയക്കുകയോ അല്ലെങ്കിൽ ഒപ്പിടുകയോ വേണം. തിരിച്ചയച്ചു കഴിഞ്ഞാൽ അത് നിയമസഭ പാസാക്കി വീണ്ടും നിയമസഭ പരിഗണിച്ച് വീണ്ടും ഗവർണർക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചയക്കാനുള്ള അധികാരമില്ല. 3 അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കുക. നമുക്കറിയാം സമീപകാലത്ത് ബില്ലുകൾ അനന്തമായി രാജ്ഭവനിൽ ഗവർണർ പിടിച്ചുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെ കോടതിയിൽ വരെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അക്കാര്യങ്ങളും ഇതിൽ വിശദീകരിക്കുന്നു. എങ്ങനെയാണ് ഗവർണർ നിയമിക്കപ്പെടേണ്ടത്? ഗവർണർ എന്ന് പറയുന്നത് സജീവ രാഷ്ട്രീയ പ്രവർത്തകനാകാൻ പാടില്ല എന്ന് 1983 ഉത്തരവിൽ പറയുന്നുണ്ട്. എന്നാൽ സജീവ രാഷ്ട്രീയ പ്രവർത്തകരോ അല്ലെങ്കിൽ വിരമിച്ച ഉദ്യോഗസ്ഥരോ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരോ എല്ലാമാണ് ഇത്തരത്തിൽ ഗവർണർമാരായി നിയമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഗവർണറുടെ അധികാര പരിധി സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ചില ആശയ പ്രശ്നങ്ങളും തർക്കങ്ങളുമെല്ലാം ഉണ്ടാകാറുണ്ട്. എങ്കിലും ഗവർണറുടെ പ്രവർത്തനം അത് സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന, സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിസഭയ്ക്കാണ് പരമാധികാരം. മുഖ്യമന്ത്രി പറയുന്ന, മന്ത്രിസഭ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം ഈ ഗവർണർ പ്രവർത്തിക്കേണ്ടത്. ഇതേ രീതിയിൽ ഗവർണർ എങ്ങനെയാണ് ഗവർണർ എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഔദ്യോഗിക സ്ഥാനമല്ല എന്നും പറയുന്നു. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിലും വിഭാവനങ്ങളിലും വിതരണത്തിലും ഗവർണർ രാഷ്ട്രീയം കരുതുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയമായി ഗവർണർക്ക് പ്രവർത്തിക്കാനുള്ള അവകാശമില്ല. ഗവർണറുടെ പ്രധാന അധികാരങ്ങളും ചുമതലകളും പാഠപുസ്തകത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. എന്തായാലും ഈ പാഠപുസ്തകം നാളെ മുതൽ വിദ്യാർത്ഥികളുടെ കൈകളിൽ കിട്ടിത്തുടങ്ങും. പാഠപുസ്തകം തയ്യാറായിട്ടുണ്ട്. സ്കൂളുകളിലേക്ക് പൂർണ്ണമായ സ്കൂളുകളിലേക്ക് എത്തിച്ചു തുടങ്ങും. ഇന്ന് എത്തിച്ചു കഴിഞ്ഞാൽ നാളെ തന്നെ കുട്ടികളുടെ കൈകളിലേക്ക് എത്തും. വരും ദിവസങ്ങളിൽ കുട്ടികൾ ഗവർണർ എങ്ങനെയാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്, അധികാര പരിധി എന്താണ്, അധികാരങ്ങൾ എന്താണ് എന്നിവ പഠിക്കുകയും ചെയ്യും. താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. എന്തായാലും ഭരണഘടനാ അനുസൃതമായ കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.